സുഹൃത്തുക്കളെ, ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ കാലം കാത്തുവെച്ച കാവ്യനീതി ഒന്ന് നോക്കൂ. ഇന്ന് അതേ ബ്രിട്ടന്റെയും യൂറോപ്പിന്റെയും സുരക്ഷ ഇന്ത്യയുടെ ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന ആയുധങ്ങളെ ആശ്രയിക്കാനായിട്ട് പോവുകയാണ്. വിശ്വഗുരു എന്ന നിലയിലേക്ക് ഇന്ത്യ ഉയരുന്ന കാഴ്ചയാണോ നമ്മൾ ഈ കാണുന്നത്, അതോ യൂറോപ്പ് അവസാനം അമേരിക്കയുടെ കാലിൽ തന്നെ ചെന്ന് വീഴുമോ? ചരിത്രത്തിൽ ആദ്യമായിട്ട് നേറ്റോ കക്ഷികൾ തമ്മിൽ ഒരു നിഴൽ യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡിന്റെ മേളിൽ അവകാശവാദം ഉന്നയിക്കുകയും അത് നേടിയെടുക്കാനായിട്ട് സൈനിക നീക്കം പോലും നടത്തിയേക്കാമെന്നുള്ള സൂചന നൽകുകയും ചെയ്തതോടുകൂടി യൂറോപ്പ് ആകപ്പാടെ വിറങ്ങലിച്ചിരിക്കുകയാണ്. തങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്ക വരില്ല എന്നും മറിച്ച് അമേരിക്ക തന്നെ ഒരു ഭീഷണിയാണ് എന്നും യൂറോപ്പ് തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് ഇത്. ഇവിടെയാണ് യൂറോപ്യൻ ആർമി എന്ന ആശയം അതിശക്തമായിട്ട് ഉയരുന്നത്. എന്നാൽ സ്വന്തമായിട്ടൊരു സൈന്യത്തെ ഉണ്ടാക്കാനായിട്ട് യൂറോപ്പിന് ഒറ്റയ്ക്ക് കഴിയുമോ? ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കും അവർ ആരെ ആശ്രയിക്കും? റഷ്യ അവരുടെ ബദ്ധശത്രുക്കളാണ്. ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ല. അമേരിക്കയുമായിട്ടാണെങ്കിൽ ഇപ്പോൾ പ്രശ്നത്തിലുമാണ്. പിന്നെ ആരാണ് അവശേഷിക്കുന്ന ഒരേ ഒരു വിശ്വസ്ത പങ്കാളി? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയാണോ അത്? യൂറോപ്പിന്റെ ഈ വമ്പൻ പ്രതിസന്ധി ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്ക് ഒരു സുവർണ അവസരമാണോ തുറന്നിടുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഗ്രീൻലാൻഡ് പ്രതിസന്ധി എങ്ങനെ യൂറോപ്യൻ ജിയോ പൊളിറ്റിക്സിനെ മാറ്റിമറിക്കുന്നുവെന്നും അതിലൂടെ ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്ന അപ്രതീക്ഷിത നേട്ടങ്ങളെക്കുറിച്ചുമാണ്. വീഡിയോ മുഴുവനായിട്ടും കാണുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നാറ്റോ ഒരു വലിയ ആനയെ പോലെ സാവധാനം നീങ്ങുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ ഒരു ചീറ്റപ്പുലിയെ പോലെ മിന്നൽ വേഗത്തിൽ നീങ്ങുന്ന ഒരു സൈനിക കൂട്ടായ്മയുണ്ട്. അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. അതാണ് JEF അഥവാ ജോയിന്റ് എക്സ്പെഡീഷണറി ഫോഴ്സ്. ഇതൊരു ചെറിയ സഖ്യമല്ല. ബ്രിട്ടന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 10 കരുത്തുറ്റ ഉത്തര യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സൈനിക കൂട്ടായ്മയാണിത്. ഇതിലെ അംഗങ്ങൾ ആരൊക്കെയാണ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. നേതൃത്വ നിരയിൽ UK തന്നെയുണ്ട്. പിന്നെ ഡെൻമാർക്ക്, ഫിൻലാൻഡ്, എസ്റ്റോണിയ, ഐസ്ലാൻഡ്, ലാത്വിയ, ലിത്വേനിയ, നെതർലാൻഡ്സ്, നോർവേ, സ്വീഡൻ. ഈ 10 രാജ്യങ്ങൾക്കും ഒരു പൊതുവായ ലക്ഷ്യമുണ്ട്: ആർട്ടിക് ബാൾട്ടിക് മേഖലകളുടെ സുരക്ഷ. റഷ്യയിൽ നിന്നുള്ള ഭീഷണി നേരിടാനാണ് ഇത് രൂപീകരിച്ചതെന്നുണ്ടെങ്കിലും ഇന്ന് ഇത് സ്വന്തം സഖ്യകക്ഷിയായ അമേരിക്കയ്ക്കെതിരെ തിരിയേണ്ട ഗതികേടിലാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ജെഫിന്റെ ഹൃദയം ഡെൻമാർക്കിന്റെ ഒപ്പമാണ്. കാരണം ഇതിലെ ഭൂരിഭാഗം അംഗങ്ങളും ഡെൻമാർക്കിന്റെ തൊട്ടടുത്തുള്ള അയൽക്കാരാണ്. ഇന്ന് ഗ്രീൻലാൻഡ് അമേരിക്ക പിടിച്ചെടുത്താൽ നാളെ ഞങ്ങളുടെ ഊഴമായിരിക്കുമെന്നുള്ള ഭയം ഈ ചെറിയ രാജ്യങ്ങൾക്ക് വളരെ നന്നായിട്ടുണ്ട്. ഫിൻലാൻഡും സ്വീഡനും നോർവേയും എല്ലാം ആർട്ടിക്കിന്റെ ഭാഗമാണ്. അമേരിക്കയുടെ സുരക്ഷാവാദം നാളെ തങ്ങൾക്കും ബാധകമായാലോ? അതുകൊണ്ട് നേറ്റോയുടെ സങ്കീർണമായ നടപടിക്രമങ്ങൾക്ക് കാത്തു നിൽക്കാതെ നോർവേയും സ്വീഡനും തങ്ങളുടെ സൈനികരെ ജെഫിന്റെ ബാനറിൽ ഗ്രീൻലാൻഡിലേക്ക് അയച്ചു കഴിഞ്ഞു. നാറ്റോയിൽ തീരുമാനമെടുക്കാനായിട്ട് 32 രാജ്യങ്ങളുടെ സമ്മതം വേണം. പക്ഷേ ജെഫിൽ ഈ 10 രാജ്യങ്ങൾ മാത്രം തീരുമാനിച്ചാൽ നിമിഷങ്ങൾക്കകം സൈന്യം ഇറങ്ങും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഈ നാടകത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ബ്രിട്ടന്റെയാണ്. കാരണം ചരിത്രപരമായിട്ട് അമേരിക്കയുടെ നിഴലായിട്ട് നടക്കുന്ന, അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ. പക്ഷെ ഇത്തവണ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ബ്രിട്ടന്റെ ധർമ്മസങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെഫിന്റെ തലവൻ ബ്രിട്ടനാണ്. ഒരറ്റത്ത് തങ്ങളുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിട്ടുള്ള അമേരിക്ക, മറുവശത്ത് തങ്ങളുടെ അയൽക്കാരും സുരക്ഷാ പങ്കാളികളുമായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ. ബ്രിട്ടൻ ആരെ തുണയ്ക്കും? പലരും കരുതിയത് ബ്രിട്ടൻ അമേരിക്കയുടെ ഒപ്പം നിൽക്കുമെന്നാണ്. പക്ഷേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ധീരമായ ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം ഡെൻമാർക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. നേറ്റോ സഖ്യകക്ഷികളുടെ പരമാധികാരം ലംഘിക്കാൻ ആരെയും, അത് അമേരിക്കയായാൽ പോലും, അനുവദിക്കില്ല. ഈ നിലപാട് വാഷിങ്ടനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ലണ്ടൻ വാഷിങ്ടനെ തള്ളിപ്പറയുന്നത് ആധുനിക ചരിത്രത്തിൽ അപൂർവമായ ഒരു സംഭവമാണ്. ഇവിടെയാണ് ജെഫിന്റെ തന്ത്രം പ്രവർത്തിക്കുന്നത്. നേറ്റോയുടെ ആർട്ടിക്കിൾ 5 പ്രകാരം സൈന്യത്തെ ഇറക്കണമെന്നുണ്ടെങ്കിൽ യുദ്ധം ഔദ്യോഗികമായിട്ട് തുടങ്ങണം. പക്ഷേ യുദ്ധം പ്രഖ്യാപിക്കാതെ തന്നെ സൈനിക നീക്കം നടത്താനായിട്ട് ജെഫിന് കഴിയും. ഇതിനെയാണ് ഗ്രേ സോൺ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്രീൻലാൻഡിൽ നടക്കുന്നത് അതാണ്. അവിടെ ഒരു വെടിവെപ്പോ യുദ്ധമോ ഒന്നും തുടങ്ങിയിട്ടില്ല.
പക്ഷേ അമേരിക്കൻ നാവികസേനയ്ക്ക് ഗ്രീൻലാൻഡിലേക്ക് അടുക്കാൻ കഴിയാത്ത വിധം ജെഫിൻ്റെ കപ്പലുകൾ ഒരു കവചം തീർത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങളെ മറികടന്ന് പോകണമെന്ന സന്ദേശമാണ് അവർ അമേരിക്കയ്ക്ക് നൽകുന്നത്. ഒരു നേറ്റോ സഖ്യകക്ഷിക്ക് നേരെ വെടിയുതിർക്കാനായിട്ട് അമേരിക്കൻ സൈന്യത്തിന് മടിയുണ്ടാകുമെന്നുള്ള ഉത്തമ ബോധ്യവും ജെഫിനുണ്ട്. ജെഫ് മാത്രമല്ല, അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് വന്നതോടുകൂടി യൂറോപ്പ് അവരുടെ പഴയ കരാറുകളും സഖ്യങ്ങളും എല്ലാം ഇപ്പോൾ ഇതാ പൊടി തട്ടിയെടുക്കുകയാണ്. നേറ്റോ ഇല്ലാതായാൽ യൂറോപ്പ് എങ്ങനെ നിലനിൽക്കും എന്നതിന് അവർക്ക് വ്യക്തമായ പ്ലാനുകളുമുണ്ട്. ഒന്നാമത്തേത്, യൂറോപ്യൻ യൂണിയൻ ആർട്ടിക്കിൾ 42.7 മ്യൂച്വൽ ഡിഫൻസ് ക്ലോസ് പ്രകാരം നാറ്റോയുടെ ആർട്ടിക്കിൾ 5 പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ ശക്തമാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഈ നിയമം. ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ മറ്റുള്ളവർ തങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് സഹായിക്കണം എന്നതാണ് ഇതിൻ്റെ കാതൽ. ഗ്രീൻലാൻഡ് സാങ്കേതികമായിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമല്ല എന്നുണ്ടെങ്കിലും ഗ്രീൻലാൻഡിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രീൻലാൻഡിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ഡെൻമാർക്ക് യൂറോപ്യൻ യൂണിയൻ അംഗമാണ്. ഡെൻമാർക്കിൻ്റെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ട് ഫ്രാൻസും ജർമ്മനിയും ഈ നിയമം ഉപയോഗിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു. ഇത് അമേരിക്കയ്ക്കുള്ള ശക്തമായ ഒരു താക്കീതുമാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വെയ്മർ ട്രയാങ്കിളാണ്. യൂറോപ്പിലെ വമ്പൻ ശക്തികളായിട്ടുള്ള ഫ്രാൻസ്, ജർമ്മനി, പോളണ്ട് എന്നീ 3 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇത്. യഥാർത്ഥത്തിൽ ഇത് റഷ്യക്കെതിരെ ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അമേരിക്കൻ ഭീഷണിയെ നേരിടാനായിട്ട് ഈ സഖ്യം അടിയന്തര ചർച്ചകൾ നടത്തുന്നുണ്ട്. പോളണ്ടിന് അമേരിക്കയുമായിട്ട് നല്ല ബന്ധമാണെന്നുണ്ടെങ്കിലും യൂറോപ്പിൻ്റെ സുരക്ഷ തകർന്ന പിന്നെ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് അവർക്കും വ്യക്തമായിട്ട് അറിയാം. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നോർഡെഫ്കോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നോർഡിക് ഡിഫൻസ് കോ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ, അതായത് സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഈ രാജ്യങ്ങളുടെ ഒരു സൈനിക കൂട്ടായ്മയാണ് ഇത്. ഇവർ ഒരു പടി കൂടെ കടന്ന് അമേരിക്കൻ വിമാനങ്ങളെ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ നിന്ന് വിലക്കാൻ വരെ ആലോചിക്കുന്നുണ്ട്. അതായത് തങ്ങളുടെ ആകാശത്തു കൂടി അമേരിക്കൻ വിമാനങ്ങൾ പറക്കുന്നത് തടഞ്ഞാൽ ഗ്രീൻലാൻഡിലേക്കുള്ള അമേരിക്കൻ നീക്കം ദുഷ്കരമാകും. ഗ്രീൻലാൻഡിൻ്റെ തൊട്ടടുത്താണ് കാനഡയുടെ നോർത്ത് വെസ്റ്റ് പാസേജ് എന്നുള്ള സമുദ്രപാത. ഗ്രീൻലാൻഡെങ്ങാനും അമേരിക്കയുടെ കയ്യിലായാൽ ആർട്ടിക്കിലെ കാനഡയുടെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടും. ഇന്ന് ഡെൻമാർക്കിൻ്റെ മണ്ണാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെന്നുണ്ടെങ്കിൽ നാളെ അവർ ഞങ്ങളുടെ സമുദ്രപാതയും പിടിച്ചെടുക്കുമെന്നാണ് കാനഡയുടെ ഭയം. അതിനാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കാനഡയും ജെഫിനോടൊപ്പം ചേർന്ന് അമേരിക്കൻ നീക്കങ്ങളെ നയതന്ത്രപരമായി എതിർക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെയാണ് കാര്യങ്ങളിൻ്റെ ഇടവഴിക്ക് വരുന്നത്. യൂറോപ്യൻ ആർമി എന്ന ആശയം യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ യൂറോപ്പിന് വലിയ അളവിൽ ആയുധങ്ങളും സാങ്കേതികവിദ്യയും വേണം. പക്ഷെ അവർക്ക് ആരെ വിശ്വസിക്കാൻ പറ്റും? റഷ്യയിൽ നിന്ന് ഗ്യാസ് വാങ്ങിയത് തന്നെ വലിയ അബദ്ധമായിരുന്നു എന്ന് യൂറോപ്പ് ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ചൈനയെ ആശ്രയിക്കുന്നത് അതിലൊക്കെ അപകടമാണ്. കാരണം ഗ്രീൻലാൻഡിലെ അപൂർവ ധാതുക്കൾക്ക് വേണ്ടിയിട്ട് ചൈന നടത്തുന്ന നീക്കങ്ങൾ യൂറോപ്പിന് തന്നെ ഭീഷണിയാണ്. മാത്രമല്ല, ചൈനീസ് ടെക്നോളജി ഉപയോഗിച്ചാൽ അത് ചാരപ്രവർത്തനത്തിന് ഉപയോഗിക്കപ്പെടുമോ എന്നുള്ള ഭയവും യൂറോപ്പിന് മൊത്തത്തിലുണ്ട്. പിന്നത്തെ ഓപ്ഷനാണ് അമേരിക്ക. പക്ഷേ ട്രംപിൻ്റെ നയങ്ങൾ കാരണം ഭാവിയിൽ അമേരിക്ക സ്പെയർ പാർട്സ് തടഞ്ഞു വെച്ചാൽ യൂറോപ്യൻ ആർമി നിശ്ചലമാകും. അപ്പോൾ ജനാധിപത്യ മൂല്യമുള്ള, വിശ്വസിക്കാൻ കൊള്ളാവുന്ന, വലിയ ഉൽപ്പാദനശേഷിയുള്ള, നിയമവാഴ്ചയുള്ള ഒരു രാജ്യം ഏതാണ്? അവരുടെ മുമ്പിൽ ഉത്തരം ഒന്ന് മാത്രം: ഇന്ത്യ. യൂറോപ്പിലെ ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ്. ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് അവർക്ക് സാമ്പത്തിക ലാഭവും നൽകും. ഫ്രാൻസ് ഇതിനോടകം തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ പങ്കാളിയായി കഴിഞ്ഞു. ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിലെ സഹകരണവും റഫാൽ വിമാനങ്ങളുടെ നിർമ്മാണത്തിലെ സഹകരണവും എല്ലാമാണ് ഇപ്പം നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ ആർമിക്കായിട്ടുള്ള ചില ഘടകങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ട് ഫ്രാൻസ് തയ്യാറാകാൻ സാധ്യതയുണ്ട്. ഇത്രയും നാളും നമുക്ക് ആയുധം നൽകാൻ മടിച്ചിരുന്ന ജർമ്മനി ഇപ്പം നിലപാട് പാടെ മാറ്റിയിട്ടുണ്ട്. ഇന്ത്യയുടെ അന്തർവാഹിനി പദ്ധതിയിൽ പ്രൊജക്ട് 75I അവരുമായിട്ട് ചേർന്നിട്ട് നമ്മൾ AIP പ്രൊപ്പൽഷനോട് കൂടിയ 6 അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള കരാറുകളും ഒപ്പിട്ട് കഴിഞ്ഞു. ജെഫിൻ്റെ ഭാഗമായിട്ടുള്ള സ്വീഡൻ്റെ സാബ് ഗ്രിപ്പൻ, പിന്നെ ബ്രിട്ടൻ്റെ റോൾസ് റോയ്സ് എഞ്ചിൻസ്, ഇതെല്ലാം ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ വേണ്ടി ഇപ്പോൾ മത്സരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് യൂറോപ്പ് ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. ഇതുകൊണ്ടുള്ള ഇന്ത്യക്കുള്ള നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ ആവശ്യം ലക്ഷക്കണക്കിന് 155mm ഷെല്ലുകളും പീരങ്കികളും ഒക്കെയാണ്.
ഇന്ത്യയുടെ ATAGS, അതായത് അഡ്വാൻസ്ഡ് ടോപ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം, ലോകത്തിലെ തന്നെ ഏറ്റവും റേഞ്ചുള്ള പീരങ്കികളിൽ ഒന്നാണ്. അർമേനിയയ്ക്ക് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയുടെ പീരങ്കികൾ വാങ്ങാനുള്ള സാധ്യതയും വളരെയധികം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പിനാക റോക്കറ്റുകൾ, ഇത് വളരെയധികം ചെലവ് കുറഞ്ഞതും എന്നാൽ അങ്ങേയറ്റം മാരകമായ പ്രഹരശേഷി ഉള്ളതുമാണ്. ഫ്രാൻസ് ഓൾറെഡി ഇതിൽ താല്പര്യം കാണിച്ചു കഴിഞ്ഞു. അതുപോലെ യൂറോപ്പിൻ്റെ കപ്പൽ നിർമ്മാണശാലകൾ, അതെല്ലാം ഇപ്പോൾ ഫുൾ ബുക്കിങ്ങിലാണ്. അവർക്ക് പുതിയ യുദ്ധക്കപ്പലുകൾ വേഗത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിനും മസ്ഗാവ് ഡോക്കിനും ഒക്കെ ലോക നിലവാരത്തിലുള്ള കപ്പലുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. അമേരിക്കൻ നേവി പോലും അറ്റകുറ്റപ്പണികൾക്കായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. യൂറോപ്യൻ നേവിയും ആ വഴി പിന്തുടരാനുള്ള സാധ്യതകളുമുണ്ട്. പിന്നെ ആർട്ടിക്കിലും ഗ്രീൻലാൻഡിലും യുദ്ധം ചെയ്യാനായിട്ട് യൂറോപ്യൻ സൈനികർക്ക് വലിയ പരിചയമില്ല. പക്ഷേ സിയാച്ചിൻ എന്ന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമിയിൽ കാവൽ നിൽക്കുന്നവരാണ് നമ്മുടെ സൈന്യം. മഞ്ഞിലെ യുദ്ധത്തിനുള്ള വസ്ത്രങ്ങൾ, ഉപകരണങ്ങൾ, തന്ത്രങ്ങൾ എന്നിവയിൽ ഇന്ത്യ വിശ്വഗുരു തന്നെയാണ്. ഈ ഗിയറുകളും തന്ത്രങ്ങളൊക്കെ ഒരുപക്ഷെ യൂറോപ്പിന് ഇന്ത്യയിൽ നിന്ന് വാങ്ങാനായിട്ടോ പഠിക്കാനായിട്ടോ സാധിച്ചേക്കാം. എയർബസ് ഇതിനകം തന്നെ ടാറ്റയുമായിട്ട് ചേർന്ന് വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. റഫാലും സഫ്രാനും എല്ലാം ഇന്ത്യയിലെ നിർമ്മാണ പങ്കാളിത്തത്തിന് വേണ്ടി ഇത് മുന്നോട്ട് വരുന്നു. നാളെ ഒരുപക്ഷെ യൂറോപ്യൻ ആർമിയുടെ ടാങ്കുകളുടെയും വാഹനങ്ങളുടെയും എല്ലാം എഞ്ചിനുകൾ പോലും നിർമ്മിക്കുന്നത് ഇന്ത്യയിലായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അമേരിക്കയുടെ ഗ്രീൻലാൻഡ് അധിനിവേശ മോഹം നേറ്റോയെ തകർക്കുമ്പോൾ ഉദയം ചെയ്യുന്നത് പുതിയൊരു ശക്തി ചേരിയാണ്. റഷ്യയും ചൈനയും ഒരു വശത്തും അമേരിക്ക മറുവശത്തും നിൽക്കുമ്പോൾ യൂറോപ്പും ഇന്ത്യയും കൈകോർക്കുന്നത് ലോക സമാധാനത്തിന് തന്നെ അത്യാവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. ആ കരുത്തിന് പിന്നിലെ നിർമ്മാണ പങ്കാളിയായി, മാനുഫാക്ചറിംഗ് പാർട്ട്ണറായിട്ട് ഇന്ത്യ മാറാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. വരും വർഷങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ യൂറോപ്യൻ അതിർത്തികൾ കാക്കുന്നത് നമ്മൾ കണ്ടേക്കാം. ലോകം മാറുകയാണ്, ഒപ്പം ഇന്ത്യയുടെ സ്ഥാനവും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാൻ നല്ലൊരു വീഡിയോയുമായിട്ട്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.